ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം. ഇനി പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ,
സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്ന് വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ
അപ്രകാരം ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
ഈശ്വവന്തനം സയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം. ഉന്നാഹതം. സ്വാദിഷ്ഠാനം. അതലം, ഇടുപ്പ്. സുതലം, കാൽമുട്ട്. രസതലം, നെരിയാണി. പാതാളം, ഭൂമി. മഹാതലം, പാദം. തലാതലം, കാൽവണ്ണ. വിതലം, തുട. മൂലാധാരം. മണിപൂരകം. വിശുദ്ധി. സഹസ്രാരം. സത്യലോകം. കർണം മുമ്പിലേക്ക് നോക്കിട്ട്. മൂലാധാരം. സ്വാദിഷ്ഠാനം. മണിപൂരകം. അനാഹതം. വിശുദ്ധി. ആജ്ഞ. സഹസ്രാരം. വലത്തോട്ട് തിരിയുക. കർണം. മൂലാധാരം. സ്വാദിഷ്ഠാനം. മണിപൂരകം. അനാഹതം. വിശുദ്ധി. ആജ്ഞ. സഹസ്രാരം. ഇടത്തോട്ട് തിരിയുക. കർണം. മൂലാധാരം. സ്വാദിഷ്ഠാനം. മണിപൂരകം. അനാഹതം. വിശുദ്ധി. ആജ്ഞ. സഹസ്രാരം. മുമ്പോട്ട് തിരിയുക. കർണം. മൂലാധാരം. സ്വാദിഷ്ഠാനം. മണിപൂരകം.
അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നീ ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം, സത്യലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം. മുദ്ര. ആവർത്തിച്ചുള്ള അനുഭവങ്ങളുടെ പാടുകൾ മൂലമുണ്ടാകുന്ന ആവർത്തിച്ചുള്ള കൃത്രിമ ധർമ്മങ്ങളാണ് ശീലങ്ങൾ. അവയെ മാറ്റി എഴുതാൻ മാറിയ അനുഭവങ്ങളുടെ പാടുകൾ ആവർത്തിച്ചുണ്ടാക്കുകയാണ് വേണ്ടത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും തന്നെ ശീലങ്ങൾക്ക് വിധേയരാണ്. ഒരു ശീലം അല്ലെങ്കിൽ മറ്റൊരു ശീലം, അതിനനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നു, മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
ശീലങ്ങളിൽ കുടുങ്ങി നിൽക്കുക എന്നുള്ളത് എല്ലാ ജീവികളുടെയും പ്രത്യേകതകളാണ്, എല്ലാ ജീവികളുടെയും പ്രത്യേകതയാണ്. ശീലങ്ങൾ പലപ്പോഴും ഗുണകരമായും ദോഷകരമായും ഭവിക്കാറുണ്ട്. ഗുണകരമായ ശീലങ്ങൾ ജീവിതത്തെ എപ്പോഴും ശുഭകരമായ ദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദോഷകരമായ ശീലങ്ങൾ ജീവിതത്തെ പലപ്പോഴും അശുഭകരമായ വഴിയിലേക്കും അപകടങ്ങളിലേക്കും വരെ കൊണ്ടെത്തിക്കും. ചിലപ്പോൾ ജീവിതത്തിന്റെ ഒരു അന്ത്യം വരെ ഉണ്ടാക്കാൻ അത് കാരണമായേക്കാം. അപ്പോഴാണ് ശീലത്തിന്റെ പുനഃസ്ഥാപനം എന്ന ഒരു പ്രക്രിയയിലേക്ക് നാം കടന്നു പോകേണ്ടി വരുന്നത്. ശീലത്തെ മാറ്റി എഴുതുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല എല്ലാവരിലും. ചിലരിൽ അത് പെട്ടെന്ന് സാധിക്കും, ചിലരത് സാധിക്കില്ല. അപ്പോൾ എന്താണ് അതിന് കാരണം എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമേ ശീലം എന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശീലം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് നമ്മിലുണ്ടാക്കുന്ന പാടുകൾ മൂലമുണ്ടാകുന്ന ധർമ്മങ്ങളുടെ ആവർത്തനമാണ്. നാം നിരന്തരമായി ഒരു പ്രക്രിയ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രക്രിയ ചെയ്യുമ്പോഴും അത് ശരീരത്തിൽ അനുഭവങ്ങളുടെ ഒരു രേഖപ്പെടുത്തൽ നടത്തും. ഒരു പ്രാവശ്യം മാത്രം അനുഭവിച്ച കാര്യമാണെങ്കിൽ അപ്പോൾ പോലും അത് സ്മൃതിയുടെ രൂപത്തിൽ, ഓർമ്മയുടെ രൂപത്തിൽ അത് നമ്മുടെ ഉള്ളിൽ കരുതുമ്പോൾ ആവർത്തിച്ചുള്ള ശീലങ്ങൾ നമ്മുടെ ഉള്ളിൽ പാടുകൾ തന്നെ ഉണ്ടാക്കും. ചെറിയ കാലത്ത് നമ്മൾ കളിച്ചിരുന്ന ഒരു കളിയുണ്ട്. ശിവന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നെറ്റിയിൽ 21 തവണ വരയ്ക്കാൻ പറയും. 21 തവണ വരച്ചു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളായിരിക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്, 21 തവണ വരച്ചു കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോൾ അവിടെ ഒരു പാട് വരും. അതായത് നമ്മളൊരു പ്രത്യേക കർമ്മം മൂലം ശരീരത്തിൽ ഒരു ആഘാതം നൽകിയാൽ ആ ആഘാതം ശരീരത്തിന് തേയ്മാനമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. ഈ സർക്കാർ സ്കൂളുകളിൽ മൂത്രപ്പുരകൾ ഗ്രൗണ്ടിന്റെ അങ്ങേത്തലയ്ക്കായിരിക്കും ഉണ്ടായിരിക്കുക. ചെറിയ കുട്ടികൾ കുഞ്ഞു കാലുകളും വെച്ച് ഈ മൂത്രപ്പുര വരെ ഇന്റർവെൽ ടൈമിൽ പോവുകയും തിരികെ വരികയും ചെയ്യും. അതിനുശേഷം അവർ കളിക്കുന്ന സമയത്ത് ആ ഗ്രൗണ്ട് മുഴുവൻ ഓടിക്കളിക്കും. അങ്ങനെ എല്ലായിടത്തും അവരുടെ കാല് പതിയുമ്പോൾ അവിടെ ഒക്കെ മണൽപ്പരപ്പായിരിക്കും ഉണ്ടാവും. സർക്കാർ സ്കൂളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഴയ സർക്കാർ സ്കൂളുകളിലൊക്കെ ഗ്രൗണ്ടിൽ മുഴുവൻ മണലായിരിക്കും ഉണ്ടാവും. അവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ കുഞ്ഞു കാലുകൾ പതിഞ്ഞ്, മനുഷ്യന്റെ കുഞ്ഞാണ്, മനുഷ്യന്റെ കുഞ്ഞിന്റെ കാല് പതിയുമ്പോൾ അതെല്ലാം മണൽപ്പരപ്പാവും, മരുവൽക്കരിക്കപ്പെടും. മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ മൂത്രപ്പുര വരെ മാത്രം പോവുകയും തിരികെ വരികയും ചെയ്യും. അപ്പോൾ ഈ മൂത്രപ്പുര വരെ പോവുകയും തിരികെ വരികയും ചെയ്യുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സ്ഥിരമായിട്ട് പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് ആ വഴിയിൽ മാത്രം പുല്ല് മുളയ്ക്കാതെ നിൽക്കുകയും ബാക്കി എല്ലായിടത്തും പുല്ല് മുളയ്ക്കുകയും ചെയ്യും. മഴക്കാലം കഴിയുന്നു, പിന്നീട് ഇതെല്ലാം ചെത്തി വെടുപ്പാക്കുന്നു, കുട്ടികളെല്ലാം അതിന്റെ മുകളിൽ കൂടെ ഓടിക്കളിക്കുന്നു, വീണ്ടും ഇത് മണലായി തീരുന്നു. ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. അപ്പോ നമ്മളുടെ നടവഴിയിൽ ആ വഴിത്താരയിൽ മാത്രം പുല്ല് മുളയ്ക്കാതിരിക്കുകയും ബാക്കി എല്ലായിടത്തും പുല്ല് മുളയ്ക്കുകയും ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മളൊരു ശീലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, നമ്മളൊരു ശീലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, ഒരു ആവർത്തനം, നമ്മളൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ അനുഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പാട്, അത് ആവർത്തിച്ചുണ്ടാകുന്ന സമയത്ത് ആ പാട് തെളിയുന്ന സമയത്ത് ആ പ്രക്രിയ, എന്ത് പ്രക്രിയയാണോ നമ്മൾ ചെയ്തത്, എന്തു മൂലമാണോ അവിടെ ആ താര ഉണ്ടായത്, ആ താരയ്ക്ക് കാരണമായ പ്രക്രിയ,
നിരന്തരം ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകും. കാരണം ശരീരത്തിന് എപ്പോഴും ആ നടവഴിയിലൂടെ, ആ വഴിത്താരയിലൂടെ യാത്ര ചെയ്യാനായിരിക്കും തോന്നുക, അതിനായിരിക്കും പ്രവണത ഉണ്ടാവുക, അതിനനുസരിച്ചായിരിക്കും ഒരു ക്രമം ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ നമ്മുടെ നാഡീജാലത്തില്, അതായത് നെർവസ് സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു വഴിത്താരയുണ്ട്. അതിനെയാണ് ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത്. ആ ന്യൂറൽ പാത്വേ തെളിയുന്ന സമയത്ത് പിന്നീട് ആ ന്യൂറൽ പാത്വേയിലൂടെ മാത്രം ക്രിയകൾ ചെയ്യാനായിരിക്കും ശരീരത്തിനുണ്ടാകുന്ന പ്രവണത. അതാണ് ശീലത്തിന് അടിസ്ഥാനമാകുന്നത്. അങ്ങനെ ശീലിച്ചു പോയ ഒരു കാര്യം ആവർത്തിച്ച് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ തെളിയുന്ന വഴിത്താരയുടെ നിലമൂലമുണ്ടാകുന്ന ധർമ്മത്താൽ ഉണ്ടാകുന്ന കർമ്മം, അതാണ് ശീലം. അത് നമുക്ക് ഗുണകരമായി ഭവിക്കുന്നുവെങ്കിൽ വളരെ നല്ലത്. എന്നാൽ ഗുണകരമല്ലാത്ത അശുഭകരമായ ശീലങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് നമ്മുടെ ശരീരത്തിൽ വഴിത്താരകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ മാറ്റി എഴുതേണ്ടതുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മാറേണ്ടുന്ന ഒരു ജീവിത പ്രക്രിയ. ഇപ്പോ ശീലം എന്നുള്ളത് ഒരു ജീവിത ധർമ്മമായിട്ടാണ് നിൽക്കുന്നത്, ജീവിതത്തിന്റെ കൃത്രിമമായ ജീവിതധർമ്മമായിട്ടാണ് നിൽക്കുന്നത്. ആ കൃത്രിമമായ ജീവിതധർമ്മത്തിന് പകരം മറ്റൊരു ജീവിതധർമ്മം നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നു. മറ്റൊരു ജീവിതധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് ശുഭകരമായ അനുഭവങ്ങൾ നൽകുന്ന, ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ഒരു ധർമ്മത്തെ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നു. ആ ധർമ്മം ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു പ്രക്രിയ അതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയെടുക്കുന്നു. എന്നിട്ട് ആദ്യമുണ്ടായിരുന്ന ധർമ്മത്തിന്റെ, ആ പ്രക്രിയയുടെ, ശീലത്തിന്റെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇത് ഒരു പുതിയ അനുഭവമായി ആവർത്തിച്ച് ചെയ്യുന്നു. ആദ്യത്തെ പ്രക്രിയ എത്ര തവണ ആവർത്തിച്ചുള്ള അനുഭവത്താലാണോ ഉണ്ടായത്, അതിന് സമാനമായ ഒരു പക്ഷെ അതിലും അപ്പുറത്തോ പോലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഈ പുതിയ ധർമ്മത്തിന്റെ ആവർത്തനം. അങ്ങനെ പുതിയൊരു പ്രക്രിയ ആവർത്തിച്ച് ചെയ്ത് നമ്മൾ പുതിയ വഴിത്താര ഉണ്ടാക്കുന്നു. ആ മൂത്രപ്പുരയിലേക്കുള്ള ഇതുവരെ ഉപയോഗിച്ചിരുന്ന വഴി, ആ വഴിക്ക് പകരം അവിടെ ഒരു മരം വീണ് കിടന്നാൽ മതി, കുട്ടികൾ പുതിയൊരു വഴി പോയി തുടങ്ങും. പുതിയൊരു വഴി പോയി തുടങ്ങുന്ന സമയത്ത് ആ പുതിയ വഴി പതുക്കെ തെളിഞ്ഞു വരികയും പഴയ വഴിയിൽ പതുക്കെ പുല്ല് മുളച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് നമ്മൾ പുതിയൊരു ആവർത്തിച്ചുള്ള പ്രവർത്തനം കൊണ്ടുവന്ന് ആ ആവർത്തിച്ചുള്ള പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയും പഴയ പ്രക്രിയയെ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പുതിയ വഴിത്താര ശരീരത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിലുണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താളാത്മകത കൂടിയ ആളുകളിൽ പഴയ ശീലത്തിൽ നിന്നും മാറാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലുണ്ടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നെർവസ് സിസ്റ്റത്തിനകത്തുണ്ടാകുന്ന ഒരു വഴിത്താര, നമ്മൾ ഉണ്ടാക്കി ഒരു വഴിത്താര, ആ വഴിത്താര മൂലമാണ് ഈ ശീലം ഉണ്ടായതെങ്കിൽ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റത്തിനകത്തെ ന്യൂറോണുകൾക്കകത്തെ സിനാപ്സുകളിലാണ്. ഈ സിനാപ്സുകൾക്ക് ഉണ്ടാകുന്ന പശിമയുണ്ട്. ഈ പശിമ മൂലമാണ് നമുക്ക് ആ വഴി തന്നെ നിലനിൽക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നത്, ആ വഴിത്താരയിൽ തന്നെ നിൽക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നത്. അതിൽ നിന്നും മാറണമെങ്കിൽ ഈ പശിമയ്ക്ക് തത്തുല്യമായിട്ടുള്ള വേറൊരു പശിമയുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. അതിനാണ് ആവർത്തിച്ചുള്ള പ്രവർത്തനം വേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പൊ താളാത്മകരായിട്ടുള്ള ആളുകൾക്ക് ഒരു ശീലത്തിൽ നിന്നും മാറി മറ്റൊരു ശീലത്തിലേക്ക് പോകാൻ നല്ല പോലെ സമയം വേണ്ടി വരും. അങ്ങനെ സമയം വേണ്ടി വരുന്ന സമയത്ത് ആവർത്തിക്കുക തന്നെയാണ് വഴി. ആവർത്തിച്ച് പുതിയൊന്നിലേക്ക് പോയി കഴിയുമ്പോൾ അത് പതുക്കെ ശീലമാവുകയും ഈ പഴയ ധാര കാണാതാവുകയും ചെയ്യും. യൗക്തികരായവരില് പഴയ ശീലത്തിൽ നിന്നും പുതിയ ശീലത്തിലേക്ക് പോകുവാനുള്ള പ്രേരണ, പോകുവാനുള്ള ശേഷി കൂടുതലായിരിക്കും. അവർക്ക് പുതിയ ശീലത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയും. ഒരു പ്രക്രിയ ചെയ്യുന്നു, പുതിയൊരു പ്രക്രിയയിലേക്ക് പോകുവാൻ, പുതിയൊരു ധർമ്മത്തിലേക്ക് പോകുവാൻ വളരെ എളുപ്പം കഴിയും. അങ്ങനെ വളരെ എളുപ്പം കഴിഞ്ഞ് അവരത് ശീലമാക്കിയിട്ടില്ലെങ്കിൽ, അവരതിനെ ഒരു വഴിത്താരയാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ
കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ആദ്യത്തെ ശീലത്തിലേക്ക് തന്നെ പോകുന്നതും കാണാനാകും. എല്ലാ മനുഷ്യരിലും ഇതുണ്ടാകും, പക്ഷെ യൗക്തികരായവരില് അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ താളാത്മകതയുള്ളവരിൽ എത്രത്തോളം വഴി മാറിയോ ആ മാറിയ വഴിക്കനുസരിച്ചുള്ള ഒരു വഴിത്താരിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, ശീലങ്ങൾ എന്നത് നമ്മുടെ അനുഭവങ്ങളുടെ ആവർത്തനം മൂലമുണ്ടാകുന്ന ശരീരത്തിലെ കൃത്രിമധർമ്മങ്ങളാണ്. അവയെ പുതിയ ധർമ്മങ്ങളാക്കി മാറ്റണമെങ്കിൽ, പുതിയ ശീലങ്ങളാക്കി മാറ്റണമെങ്കിൽ പുതിയ കർമ്മങ്ങളെ രൂപകൽപ്പന ചെയ്ത് അവ ആവർത്തിച്ച് കൊണ്ടുവന്ന് അത് ശരീരത്തിന്റെ ഭാഷയാക്കണം, ശരീരത്തിലെ രേഖപ്പെടുത്തലാക്കി പുതിയ വഴിത്താര ഉണ്ടാക്കണം. അത്തരത്തിൽ വഴിത്താര ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ശീല പുനഃസ്ഥാപനം അഥവാ ഹാബിറ്റ് റിസ്റ്റോറേഷൻ എന്നുള്ള പ്രക്രിയ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളെ മാറ്റി എഴുതുന്ന കാര്യത്തിൽ പൂർണ്ണമായ വിജയം നേടുവാൻ ആവർത്തനങ്ങളിലൂടെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിയാത്മക ധ്യാനം. നമുക്ക് ഒരിടത്ത് സ്വസ്ഥമായിരിക്കാം. ആദ്യമേ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. വിശ്രാന്തി എന്നാൽ അയവ് എന്നർത്ഥം, റിലാക്സേഷൻ എന്നർത്ഥം. വിശ്രാന്തി എന്ന് പറയുമ്പോഴൊക്കെ ശരീരവും മനസ്സും അയയുന്നതായി അനുഭവമാകുക. വിശ്രാന്തിയിലൂടെ നാം ചെന്നെത്തുന്ന ഇടമാണ് ക്രിയാത്മകത. അത് അനുഭവമാകാനാണ് ക്രിയാത്മക ധ്യാനം. ഇനി നട്ടെല്ലു നിവർന്നിരിക്കാം, കണ്ണുകളടയ്ക്കാം, പതിയെ ശ്വാസം ഉള്ളിലേക്കെടുക്കാം. 1, 2, 3. വിശ്രാന്തി എന്ന് മന്ത്രിച്ചുകൊണ്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കാം. വിശ്രാന്തി, 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 വിശ്രാന്തി. പ്രകൃതിയാകുന്ന മഹാഗർഭപാത്രത്തിനകത്ത് സുഖമായും സുരക്ഷിതമായും ഓടി നടക്കുന്ന കുഞ്ഞായി നമുക്ക് മാറാം. നാം നിലകൊള്ളുന്ന പ്രകൃതിയാകുന്ന മഹാഗർഭത്തെ മനസ്സിലൊരു ചിത്രമായി ഭാവന ചെയ്യാം. ഇവിടെ നിന്നും താഴേക്ക് കുറച്ചു പടവുകൾ കാണാം. അത് വിശ്രാന്തിയുടെ പടവുകളാണ്. അതിലൂടെ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകാം. ഓരോ പടവിലും നമുക്ക് വിശ്രാന്തി വിശ്രാന്തി എന്ന് മന്ത്രിക്കാം. വിശ്രാന്തി വിശ്രാന്തി. ആഴത്തിലേക്ക് ആഴത്തിലേക്ക്
വിശ്രാന്തിയുടെ ആഴത്തിൽ നാം നമ്മിലെ സർഗശേഷിയുടെ, നമ്മുടെ ക്രിയാത്മകതയുടെ വാതിലിലെത്തുകയാണ്. ഇവിടെ നമുക്ക് മുന്നിൽ സർഗതയുടെ വാതിൽ തുറക്കുകയാണ്. ജീവിതത്തിൽ നാം ചെന്നെത്താൻ ഏറ്റവും അധികം ആഗ്രഹിച്ച ആ സ്വർഗത്തിൽ എത്തിയതായി അറിയുക. വിശ്രാന്തി, വിശ്രാന്തി. ഈ സ്വർഗത്തിലെ ഇളം കാറ്റിന്റെ മർമ്മരം നാം കേൾക്കുന്നു. അത് നമ്മെ തലോടി കടന്നു പോകുന്നു. ഈ സ്വർഗത്തിലുള്ള ആ ഗന്ധം നാം അറിയുന്നു. നേരായും നാം അതറിയുന്നു. ഈ സ്വർഗത്തിലെ രസം നാവിൽ നിറയുന്നു. നമ്മിൽ ഉമിനീര് നിറയുന്നു. ഈ സ്വർഗത്തിലെ വർണ്ണക്കാഴ്ചകളെല്ലാം നാം കാണുന്നു. ഇവിടെ നാം ആഗ്രഹിച്ചതെല്ലാം തെളിഞ്ഞു വരുന്നു. നമ്മുടെ സ്വപ്നത്തിലെ എല്ലാം തെളിഞ്ഞു വരുന്നു. നമ്മുടെ വാസനകൾ എല്ലാം ഉണർന്നുണർന്നു വരുന്നു. നമ്മിലെ സർഗാത്മകത വിരിഞ്ഞു വരുന്നു. നാം വിശ്രാന്തിയിലാകുന്നു. നമ്മുടെ ജീവിതധർമ്മം തെളിഞ്ഞു വരുന്നു. നമ്മുടെ വാസനകളെല്ലാം ഉണർന്നു വരുന്നു. നമ്മിലെ സർഗാത്മകത വിരിഞ്ഞു വരുന്നു. നാം വിശ്രാന്തിയിലാകുന്നു. നാം വിശ്രാന്തിയിലാകുന്നു. നാം വിശ്രാന്തിയിലാകുന്നു.
തിരികെ വരാം. കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണും മുഖവും ശിരസും തടവി ശരീരം വഴി പാദം വരെ കൊണ്ടുപോകുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇന്നത്തെ നിരൂപണങ്ങളിലേക്ക് കിടക്കാം. കൃഷ്ണകുമാരേട്ടാ. നമസ്കാരം. വളരെ നല്ലൊരു വിഷയമായിരുന്നു ഇന്ന് കൈകാര്യം ചെയ്തത്. ശീലങ്ങൾ, ശുഭകരമായ ശീലങ്ങളും അശുഭകരമായ ശീലങ്ങളും, അത് അശുഭകരമായ ശീലങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം, അതുപോലെ തന്നെ മാറ്റിയെടുക്കുന്നതിലും വ്യക്തികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, യുക്തി ഉപയോഗിക്കുന്നവർക്ക് വേഗം പുതിയ ശീലത്തിലേക്ക് മാറാൻ കഴിയും. അതുപോലെ തന്നെ അത് ആവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും പഴയതിലേക്ക് മടങ്ങി വരും. അതുപോലെ താളാത്മകമായ വ്യക്തികളിൽ പുതിയ ശീലങ്ങൾ ശീലിക്കുക കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കും. ഇത് മനസ്സിലാക്കാൻ തന്ന ഉദാഹരണം വളരെ നന്നായിരുന്നു. വളരെ വേഗത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചു. ധ്യാനവും നന്നായി ചെയ്യാൻ പറ്റി, യോഗയും ചെയ്യാൻ പറ്റി. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ശീലങ്ങൾ. ശീലങ്ങൾ നമുക്ക് സാധാരണയിൽ ശീലങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മള് പരിസരത്തോടുള്ള റെസ്പോൺസ് ആണ് ശീലങ്ങളായിട്ട് പിന്നീട് വെളിപ്പെടുന്നത്. അതില് ദുഷിച്ച ശീലങ്ങളും നല്ല ശീലങ്ങളും എന്നുള്ളത് വന്നത് അതൊരു പിന്നീടുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്. കാരണം നമ്മുടെ പല പെർസ്പെക്റ്റീവ്സും മാറ്റി എഴുതിയ ഒരു കാലത്ത് വന്നപ്പോഴത്തേക്ക് പല ശീലങ്ങളെയും അതിനനുസരിച്ചിട്ടും മാറി വന്നു. അപ്പൊ അതിന്റെ ഒറിജിനൽ വാല്യൂസ് ഇല്ലാത്ത ശീലങ്ങൾ കൂടി കടന്നു വന്നു. അത് പിന്നീട് അതിന്റെ മനസ്സിലാകുമ്പോഴാണ് അത് ദുശീലങ്ങളാണെന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് കാറ്റഗറി വേർതിരിച്ച് കാണാൻ തുടങ്ങിയത്. അപ്പൊ ഈ ദുശീലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അപ്പൊ അതിന് മാറേണ്ടി വരുന്ന ഒരു നില എടുക്കുമ്പോൾ നമ്മളതിന് തിരുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ തിരുത്തല് ശീലങ്ങൾ ഈ പറഞ്ഞ പോലെ ന്യൂറൽ പാത്വേ സെറ്റ് ചെയ്ത് പാടുകളായിട്ട്, അതായത് പെർമനന്റ് പാടുകളായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനെ അത്ര എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സെറ്റിങ്സ് വളരെയധികം സ്റ്റഡീസ് നടന്നിട്ടുള്ള ഒന്നാണ് ഇത് ഈ ഹാബിറ്റ്സിനെ ചേഞ്ച് ചെയ്യുന്നതിന്. അപ്പോൾ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അത് കാരണം അതിന്റെ എല്ലാവരുടെയും ഒരുപോലെ വരുന്നില്ല. അത് ഈ പറഞ്ഞ കാരണം തന്നെയാണ് അതിന്റെ. നമ്മളിവിടെ പറഞ്ഞു താളാത്മകർക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല, കുട്ടിയാകുന്നവർക്ക് പെട്ടെന്ന് മാറാം, പക്ഷെ അവർ വീണ്ടും തിരിച്ച് വരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അപ്പൊ അതിന്റെ വേരിയൻസ് ആണ്. അപ്പൊ താളയുക്തികളുടെ വേരിയൻസ് ആണ് എല്ലാവരും ഉള്ളത്. അപ്പൊ അത് വെച്ച് തന്നെ ഈ ഒരു അസസ്മെന്റ് ഒരു സ്റ്റഡീസ്, സയൻസിൽ നടക്കുന്ന സ്റ്റഡീസിന് പാരലായിട്ട് നമ്മൾ ഇവിടെ അസസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ താളയുക്തികളുടെ വേരിയേഷൻ കൊണ്ടാണ് ഈ പറയുന്ന ഒരു ഡെഫിനറ്റ് ഫോർമുല എല്ലാവർക്കും കിട്ടാത്ത. പക്ഷെ ഏറ്റവും ഒരു ഇതായിട്ട് പറഞ്ഞേക്കുന്ന 8 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം. അങ്ങനത്തെ ഒരു 21 ദിവസം, ചിലർ 18 പറയുന്നുണ്ട്, ചിലർ 21 പറയുന്നുണ്ട്, ചിലർ 66 ദിവസം പറയുന്നുണ്ട്. അപ്പൊ അതിൽ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇതിന്റെ കൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിനെ ദിവസത്തെ ഇത് ഒരു ഇതായിട്ട് ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാതെ പരിശീലിച്ചുകൊണ്ട് നമ്മുടെ ബോഡി ഭാഷ്യമായി കഴിഞ്ഞാൽ, ശരീരഭാഷ ആയി കഴിഞ്ഞു ഉറപ്പായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുമല്ല പിന്നീട് അത് എന്തെങ്കിലും എപ്പോഴും മാറുന്നെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കണം. അതാണ് നമ്മളിവിടെ പലപ്പോഴും പറയാറുള്ളത്. പല കോഴ്സുകളും രണ്ടാമത് പിന്നെയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു വളരെ ഗഹനമായിട്ടൊരു തിങ്കിങ് ആണ് ഇതിന്റെ പുറകിലുള്ളത്.
നമ്മൾ സയൻസിന്റെ ഫീൽഡിൽ കൂടെ പഠിച്ചാലും ഇവിടെ കൂടെ പഠിച്ചാലും നമ്മൾ ഒരിടത്ത് തന്നെ എത്തുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കരുതുന്നു. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ശീലങ്ങളെ കുറിച്ചാണ്. ശീലങ്ങളെ എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ നൽകുന്ന പാടുകൾ, അത് ആവർത്തിച്ച് നമ്മുടെ പുതിയ ഒരു പാറ്റേണിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതം, ഏട്ടൻ പറഞ്ഞ എല്ലാ ജീവികളും ശീലങ്ങൾക്ക് വിധേയരാണെന്നുള്ളത്. അപ്പൊ പൊതുവെ നമ്മള് ഇങ്ങനെ ഒരുപാട് ശീലങ്ങളുടെ കൂട്ടമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സൗകര്യപ്രദമായ ശീലങ്ങളും, നമുക്ക് സൗകര്യമാണെങ്കിലും ദോഷം ചെയ്യുന്ന ശീലങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതില് നമ്മുടെ ജീവിതത്തില് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ അതിനൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇന്ന് ആ ഒരു ശീലത്തെ എങ്ങനെ നമുക്ക് പുനഃസ്ഥാപിക്കാം എന്നുള്ള കാര്യത്തെയാണ് ഇന്ന് കൂടുതലായിട്ട് പരാമർശിച്ചത്. അപ്പം നമുക്ക് ഒരു ശീലം ഉണ്ടാകുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ പുതിയ ഒരു ശീലത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഴയ ശീലങ്ങൾ കൊണ്ടുണ്ടായ ദോഷം മാറ്റുന്നതിനായിട്ട് പുതിയ രീതിയിൽ നമുക്ക് ആ ഒരു ഗുണകരമായ ഒരു സങ്കല്പം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഗുണകരമായ ഒരു ഫലം ഉണ്ടാക്കുന്ന ഒരു ശീലത്തെ സങ്കല്പിച്ച് അതിലേക്ക് നമ്മൾ പതിയെ അത്തരം അനുഭവങ്ങൾ നൽകി അത് ആവർത്തിക്കുക എന്നുള്ളതാണ്. അത് ആവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഒരു പുതിയ ഒരു ന്യൂറൽ പാത്വേ സെറ്റ് ആകുന്നു. അത് നമ്മളെ പുതിയ അനുഭവങ്ങളിലേക്ക് ആവർത്തിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിനെ ഒരു ശാസ്ത്രീയമായിട്ടൊരു വിശകലനം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയത്. അപ്പോ ഇത് മനുഷ്യരിലെ താളയുക്തിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത്. അതായത് ഒരാൾ ഒരു പുതിയ ശീലത്തിലേക്ക് മാറാനുള്ള കാലതാമസം അയാളുടെ താളത്തിനും യുക്തിക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരു ശീലത്തെ ഒരേപോലെ ഒരേ കാലയളവിൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ താളാത്മകമായിട്ട്, അതായത് ഒരു കാര്യത്തെ വളരെ ഹാർമോണിയസ് ആയിട്ട് ചെയ്തു പോകുന്നവർക്ക് പുതിയൊരു ശീലത്തിലേക്ക് മാറാൻ സമയമെടുക്കും. പക്ഷെ അവർ മാറിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടുമുള്ളൊരു മാറ്റമായിരിക്കും എന്നുള്ളത്. എന്നാൽ താളം കുറഞ്ഞ യുക്തി കൂടുതലുള്ള ആളുകൾക്ക് അവര് പെട്ടെന്ന് തന്നെ ഒരു പുതിയ ശീലത്തിലേക്ക്, ലോജിക്ക് കൊണ്ട് ഇതാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് സുഖം, അല്ലെങ്കിൽ ഇതാണ് സൗകര്യപ്രദം എന്നുള്ള രീതിയിൽ ആ പുതിയ ശീലത്തിലേക്ക് അവർ വേഗത്തിൽ മാറുന്നു. പക്ഷെ അവരത് ആവർത്തിക്കാത്തിടത്തോളം ആ ശീലം പുതിയ ശീലമായിട്ട് ഉറയ്ക്കാൻ ഉള്ള സാധ്യത കുറവാണ്. അത് വീണ്ടും പഴയ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം കൂടുതലായിട്ട് ഒരു കാര്യത്തെ ആവർത്തിക്കുന്നോ അതാണ് ശീലമായിട്ട് വരിക. താളമായാലും യുക്തിയായാലും നമ്മൾ ആ ശീലത്തെ ഉണ്ടാക്കണമെങ്കിൽ അത് എത്ര തവണ ആവർത്തിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ നമ്മളത് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് ആവർത്തിച്ചത് കൊണ്ടാണ് പഴയ ശീലം നമുക്കൊരു ബുദ്ധിമുട്ടായത്. അപ്പൊ അത് പുതിയ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം, ഒരു പ്രേരണ നമുക്ക് അകത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ ശീലങ്ങളിലേക്ക് മാറാൻ നമ്മുടെ താളം എവിടെയാണ്, അല്ലെങ്കിൽ യുക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലൊരു മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടാകുന്നത് പുതിയ ശീലത്തിലേക്ക് മാറ്റാൻ ആ ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശീലം വീണ്ടും പുതിയ ശീലം നമ്മളിൽ ഉറച്ചോ, അല്ലെങ്കിൽ എനിക്ക് പുതിയ ശീലത്തെ അല്ലെങ്കിൽ ഇതെന്റെ ഒരു പുതിയ ശീലമായോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാനായിട്ട് എനിക്ക് ഈ ഒരു സെഷൻ സഹായകരമായി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ശീലങ്ങളിലേക്ക് മാറാൻ ആയിട്ടൊരു പ്രേരണ നിരന്തരമായിട്ട് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നമുക്ക് ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.